ഗുഡ് മോർണിംഗ് ടു ഓൾ. ഇത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എൻ്റർപ്രനർ ആരാണെന്നും അതേപോലെ തന്നെ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഡിഫറൻസൊക്കെയാണ് ഇത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് തന്നെ നമുക്ക് എൻ്റർപ്രനർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരാണെന്ന് നോക്കാം. എൻ്റർപ്രനർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റർപ്രനർ ഈസ് ആൻ എംപ്ലോയി ഹൂ ഈസ് ടാസ്ക്ഡ് വിത്ത് ഡെവലപ്പിംഗ് ആൻ ഇന്നോവേറ്റീവ് ഐഡിയ ഓർ പ്രോജക്റ്റ് വിത്ത് എ കമ്പനി. എൻ്റർപ്രനർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു എംപ്ലോയി ആണ്. ഒരു കമ്പനീനെ ഡെവലപ്പ് ചെയ്യാനായിട്ട് ഇന്നോവേറ്റീവ് ഐഡിയാസും പ്രൊജക്റ്റും ഒക്കെ ആരാണോ ചെയ്യുന്നത് അവരെ പറയുന്നതാണ് എൻ്റർപ്രനർ എന്ന്. അതായത് എൻ്റർപ്രനർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ഒരു എംപ്ലോയി ആയിരിക്കും. അയാൾ ഒരിക്കലും അവിടുത്തെ ഓണറോ അല്ലെങ്കിൽ ആ ബിസിനസ്സിലേക്ക് ക്യാഷ് മുടക്കുന്ന ആളോ ഒന്നും ആയിരിക്കില്ല. അപ്പോൾ എൻ്റർപ്രനർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹീസ് എ എംപ്ലോയി. അതേ എൻ്റർപ്രനറിൻ്റെ എല്ലാ ക്വാളിറ്റീസും കാര്യങ്ങളും അയാൾക്കുണ്ടായിരിക്കും. പക്ഷേ ബട്ട് നോട്ട് ഹാവിങ് എ ബിസിനസ് ഹിസ് ഓൺ. അയാളുടെ ബിസിനസ് അയാളുടെ സ്വന്തമായിരിക്കില്ല. അയാളൊരു പെയ്ഡ് എംപ്ലോയി ആയിരിക്കും. അയാളെ പറയുന്നതാണ് എൻ്റർപ്രനർ എന്ന്. എൻ്റർപ്രനർ മെ നോട്ട് ഫേസ് ഔട്ട്സൈഡ് റിസ്ക് ഓർ റീപ്പ് ദ ഔട്ട്വേർഡ് റിവാർഡ്സ് ഓഫ് എൻ്റർപ്രനർ. അതായത് അയാൾക്ക് റിസ്ക്കോ കാര്യങ്ങളോ ഒന്നും ഏറ്റെടുക്കേണ്ടതായിട്ട് വരില്ല. ബിക്കോസ് ഓഫ് അയാൾ ആ കമ്പനിയുടെ ഓണർ അല്ല. അയാൾ ഒരു എംപ്ലോയി മാത്രമാണ്. പക്ഷേ ഇന്നോവേറ്റീവ് ഐഡിയാസും അതേപോലെ തന്നെ എന്തെങ്കിലും പുതിയ ടെക്നിക്സൊക്കെ കമ്പനിയിലേക്ക് കൊണ്ടുവരുന്ന ആളാണ് എൻ്റർപ്രനർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ എൻ്റർപ്രനർ ഈസ് എ എംപ്ലോയി ഹൂ ഈസ് ടാസ്ക്ഡ് വിത്ത് ഡെവലപ്പിംഗ് ആൻ ഇന്നോവേറ്റീവ് ഐഡിയ ഓർ പ്രോജക്റ്റ് വിത്ത് എ കമ്പനി ഓർ ഓർഗനൈസേഷൻ. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നതാണ് എൻ്റർപ്രനർഷിപ്പിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സിൽ ഫസ്റ്റ് പോയിന്റ് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദേ ബിലീവ് സ്ട്രോങ്ലി ഇൻ ദെയർ ഓൺ ടാലൻറ്റ്. അതായത് അവർ അവരുടെ ടാലൻറ്റിൽ എന്നിട്ടാണ് വിശ്വസിക്കുന്ന ആൾക്കാരായിരിക്കും. സ്ട്രോങ്ലി ബിലീവ് ചെയ്യുന്നുണ്ട്. അവർക്ക് ഇന്നതൊക്കെയാണ് അവരുടെ ടാലൻ്റ് എന്നുള്ളത് അവർക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. അതിൽ അവർ വിശ്വാസം പുലർത്തുകയും ചെയ്യുന്നവരായിരിക്കും എൻ്റർപ്രനേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതേപോലെ തന്നെ അവർക്ക് അവരുടേതായ ബിസിനസ് ഐഡിയാസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അത് അവർക്ക് അപ്ലൈ ചെയ്യാനായിട്ടുള്ള ഫ്രീഡം മാത്രമാണ് എൻ്റർപ്രനേഴ്സ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ എൻ്റർപ്രനേഴ്സ് ഫസ്റ്റ് പോയിന്റ് പറയാം ദേ സ്ട്രോങ്ലി ബിലീവ് ദെയർ ഓൺ ടാലൻറ്റ്സ്. നെക്സ്റ്റ് നമുക്ക് പറയാം ദേ ഹാവ് എ വിഷൻ ആൻഡ് കറേജ് ടു റിയലൈസ് ഇറ്റ്. അവർക്ക് ഒരു വിഷൻ ഉണ്ടായിരിക്കും. ആ വിഷൻ അവർക്ക് റിയലൈസ് ചെയ്യാനുള്ള കറേജും അവർക്ക് ഉണ്ടായിരിക്കും. കാരണം അവർ അവരുടെ ടാലൻറ്റിൽ വിശ്വസിക്കുന്ന ആൾക്കാരായിരിക്കും. സോ അതുകൊണ്ട് ആ ഒരു വിഷൻ അവർക്ക് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വിഷൻ അവർ കണ്ടു കഴിഞ്ഞാൽ അത് അവർക്ക് റിയലൈസ് ചെയ്യാനായിട്ടും അവരെ കൊണ്ട് സാധിക്കും. നെക്സ്റ്റ് പറയുന്നതാണ് ദേ ഹാവ് ആക്ച്വലൈസേഷൻ ഓഫ് ഐഡിയാസ്. അവർക്ക് അവരുടെ ഐഡിയാസ് ആക്ച്വൽ വർക്കിലേക്ക് എത്തിക്കാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ ദേ ഹാവ് ഹൈ നീഡ് ഫോർ അച്ചീവ്മെൻറ്റ്. അതായത് അവർക്ക് അച്ചീവ് ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ പവറും അതേപോലെ തന്നെ ആഗ്രഹവും ഉണ്ടായിരിക്കും. നെക്സ്റ്റ് പറയുന്നത് അവർ ഇൻട്രൊഡ്യൂസ് ന്യൂ ഐഡിയാസ് പ്രൊഡക്ട്സ് ആൻഡ് സർവീസസ്. അവർ ഒരു ഓർഗനൈസേഷനിലേക്ക് പുതിയ പ്രൊഡക്ട്സൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക, ഐഡിയാസൊക്കെ കൊണ്ടുവരികയും അതേപോലെ തന്നെ സർവീസസൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നവരായിരിക്കും എൻ്റർപ്രനേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതേപോലെ തന്നെ ലാസ്റ്റ് പോയിന്റിൽ പറയുന്നത് ദേ ഡെഡിക്കേറ്റഡ് ടു ദെയർ വർക്ക്. അവർ അവരുടെ വർക്കിൽ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള പീപ്പിൾസ് ആയിരിക്കും. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എൻ്റർപ്രനേഴ്സിൽ പറയുന്നത് അവരവരുടെ ടാലൻറ്റിൽ വിശ്വസിക്കുന്നവരായിരിക്കും. അതേപോലെ തന്നെ ഒരു വിഷൻ കിട്ടിക്കഴിഞ്ഞാൽ അത് റിയലൈസ് ചെയ്തെടുക്കാനായിട്ട് അവർക്ക് പറ്റും. അതേപോലെ തന്നെ അവരുടെ ഐഡിയാസ് ആക്ച്വലൈസേഷനിലേക്ക് എത്തിക്കാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ അവരുടെ ഹൈ നീഡ് ഓഫ് അച്ചീവ്മെൻ്റ് ആയിരിക്കും അവർക്ക് ഉണ്ടായിരിക്കുന്നത്. അതേപോലെ ന്യൂ പ്രൊഡക്ട്സ് ആൻഡ് ഐഡിയ സർവീസസ് ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും. അതേപോലെ അവരുടെ വർക്കിലേക്ക് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള പേഴ്സൺസ് ആയിരിക്കും. ദീസ് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എൻ്റർപ്രനർഷിപ്പ്. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഡിഫറൻസ് ബിറ്റ്വീൻ എൻ്റർപ്രനർഷിപ്പ് ആൻഡ് എൻ്റർപ്രനർഷിപ്പ്. എൻ്റർപ്രനർഷിപ്പും തമ്മിലുള്ള ഡിഫറൻസ് ആണ് നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് തന്നെ നമ്മൾ പറയുന്നത് എൻ്റർപ്രനർഷിപ്പാണ്. എൻ്റർപ്രനർഷിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹീസ് എ ഇൻഡിപെൻഡൻറ്റ്. അതായത് എൻ്റർപ്രനർഷിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഇൻഡിപെൻഡൻറ്റ് പേഴ്സൺ ആയിരിക്കും. അയാൾക്ക് എല്ലാ അധികാരങ്ങളും ഉണ്ട്. ഒരു ഓർഗനൈസേഷനിൽ എന്ത് ചെയ്യണം എന്നുള്ളതിൻ്റെയൊക്കെ എല്ലാ അധികാരങ്ങളും അയാൾക്ക് ഉണ്ടായിരിക്കും. പക്ഷേ എൻ്റർപ്രനർഷിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈസ് എ സെമി ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. ബിക്കോസ് ഓഫ് എന്താണ് അയാളല്ല ആ ഓർഗനൈസേഷൻ്റെ ഓണർ. അതുകൊണ്ട് അയാൾക്ക് പൂർണ്ണമായിട്ടുള്ള അധികാര സ്വാതന്ത്ര്യമൊന്നും ഉണ്ടായിരിക്കില്ല. സെമി ഇൻഡിപെൻഡൻഷിപ്പ് മാത്രമേ എൻ്റർപ്രനറിന് ഉണ്ടായിരിക്കുള്ളൂ. എൻ്റർപ്രനറിന് ഫുൾ ഇൻഡിപെൻഡൻസ് ഉണ്ടായിരിക്കും. നെക്സ്റ്റ് പറയുന്നതാണ് ഈ ടേക്സ് ദ പ്രോഫിറ്റ് ഓഫ് ദ ബിസിനസ്.
എൻട്രപ്രനർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഓർഗനൈസേഷൻ്റെ ഓണറാണ്. സോ അയാൾക്ക് എല്ലാ പ്രോഫിറ്റും അയാൾക്ക് ടേക്ക് ചെയ്യാനുള്ള അവകാശവും കാര്യങ്ങളൊക്കെ ഉണ്ട്. നെക്സ്റ്റ് നമ്മൾ ഇൻട്രാപ്രനർ ആണ് നോക്കുന്നത്. ഇൻട്രാപ്രനർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹി ഡസ് നോട്ട് ടേക്ക് ദ പ്രോഫിറ്റ് ഓഫ് ദ ബിസിനസ് ബിക്കോസ് ഓഫ് എന്താണ്, അയാൾ ആ കമ്പനിയുടെ ഓണറല്ല. അതുകൊണ്ട് അയാൾക്ക് പ്രോഫിറ്റ് കിട്ടാനായിട്ട് യാതൊരുവിധ ചാൻസുമില്ല. അയാൾക്ക് കിട്ടണത് എന്തായിരിക്കും, സാലറിയോ ഫീസോ അങ്ങനെ എന്തെങ്കിലും ആയിട്ടായിരിക്കും ഇൻട്രാപ്രനറിന് കൊടുക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഹി ബിയേഴ്സ് ഓൾ റിസ്ക് ഓഫ് ദ ബിസിനസ്. എൻട്രപ്രനർ ഒരു ഓർഗനൈസേഷൻ്റെ എല്ലാ റിസ്കുകളും ബിയർ ചെയ്യുന്ന ആളായിരിക്കും എൻട്രപ്രനർ എന്ന്. ബിക്കോസ് ഓഫ് എന്താണ്, അയാളാണ് ആ ഓർഗനൈസേഷൻ്റെ ഓണർ. നെക്സ്റ്റ് പറയുന്നതാണ് ഇൻട്രപ്രനറിൽ പറയുന്നത് ഹി ഡസ് നോട്ട് ബിയർ ഓൾ റിസ്ക്. അയാൾ ഇൻട്രപ്രനർക്ക് റിസ്ക് ഒന്നും ടേക്ക് ചെയ്യേണ്ട കാര്യമില്ല, കാരണം അയാൾ ആ ഓർഗനൈസേഷൻ്റെ ഓണറല്ല. നെക്സ്റ്റ് നമുക്ക് പറയാം ഹീസ് ദ റിയൽ ഓണർ ഓഫ് ദ ബിസിനസ്. എൻട്രപ്രനർ എന്ന് പറഞ്ഞാൽ ആരാണ്, ഓർഗനൈസേഷൻ്റെ റിയൽ ആയിട്ടുള്ള ഓണറാണ് എൻട്രപ്രനർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇൻട്രപ്രനർ എന്ന് പറഞ്ഞാലോ അയാൾ ആ ബിസിനസ്സിൻ്റെ ഓണറായിരിക്കില്ല, പക്ഷേ അവിടെ വർക്ക് ചെയ്യുന്ന അതിൻ്റെ അടിസ്ഥാനത്തിൽ വർക്ക് ചെയ്യുന്ന ഒരാളായിരിക്കും ഇൻട്രപ്രനർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇൻട്രപ്രനർ ഈസ് നോട്ട് എ റിയൽ ഓണർ ഓഫ് ദ ബിസിനസ്, റാദർ ഹി വർക്ക്സ് ഫോർ ബിസിനസ്. അയാൾ റിയൽ ഓണർ ആയിരിക്കില്ല, അയാൾ ബിസിനസ്സിന് വേണ്ടിയിട്ട് ബിസിനസ് ഓർഗനൈസേഷന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു എംപ്ലോയി മാത്രമായിരിക്കും. നെക്സ്റ്റ് പറയുന്നതാണ് ഹി ഓപ്പറേറ്റ് ദ ഔട്ട്സൈഡ് ആൻഡ് ഓർഗനൈസേഷൻ. ഇതിൻ്റെ അകത്ത് പറയുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻട്രപ്രനർക്ക് ഔട്ട്സൈഡ് ഓർഗനൈസേഷനും ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇൻട്രാപ്രനർക്ക് വിത്തിൻ ദ ഓർഗനൈസേഷൻ മാത്രമേ ഓർഗനൈസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ആ ബിസിനസ് സ്ഥാപനത്തിൻ്റെ ഉള്ളിൽ നിന്ന് മാത്രമേ ഇൻട്രാപ്രനർക്ക് വർക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. നെക്സ്റ്റ് എൻട്രപ്രനർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കൺവേർട്ട് ദ ഐഡിയാസ് ഓഫ് എൻട്രപ്രനർ ഇൻ ടു വയബിൾ ഓപ്പർച്യൂണിറ്റീസ്. എൻട്രപ്രനർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻട്രാപ്രനർക്ക് വർക്ക് ചെയ്യാനുള്ള എല്ലാ ഓപ്പർച്യൂണിറ്റീസും ക്രിയേറ്റ് ചെയ്ത് കൊടുക്കും അയാൾ. എൻട്രപ്രനർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻട്രാപ്രനർക്ക് വർക്ക് ചെയ്യാനുള്ള എല്ലാ ഓപ്പർച്യൂണിറ്റിയും ക്രിയേറ്റ് ചെയ്ത് കൊടുക്കും. ഇൻട്രാപ്രനർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഇന്നോവേറ്റീവ് ടെക്നിക്സും കാര്യങ്ങളൊക്കെ അണ്ടർടേക്ക് ചെയ്തുകൊണ്ട് വർക്ക് ചെയ്യുന്ന ഒരാളായിരിക്കും ഇൻട്രാപ്രനർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇൻട്രാപ്രനർ എല്ലാ റെസ്പോൺസിബിലിറ്റിയും ഏറ്റെടുക്കും. എല്ലാ ക്രിയേറ്റീവായിട്ടുള്ള ഓരോ കാര്യങ്ങളൊക്കെ ബിസിനസ്സിലേക്ക് കൊണ്ടുവരാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ആളാണ് ഇൻട്രാപ്രനർ. അപ്പോൾ ദീസ് ആർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ എൻട്രപ്രനർ ആൻഡ് ഇൻട്രാപ്രനർ. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഫങ്ഷൻസ് ഓഫ് എൻട്രപ്രനർ. എൻട്രപ്രനറിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്നാണ് നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഒരു എൻട്രപ്രനർ അല്ലെങ്കിൽ ഒരു ഓണറെ സംബന്ധിച്ച് നോക്കുമ്പോൾ, ഒരു ബിസിനസ് സ്ഥാപനത്തിന് വെച്ച് നോക്കുമ്പോൾ ഒരുപാട് ഫങ്ഷൻസ് അയാൾ റിയലൈസ് ചെയ്യേണ്ടതായിട്ട് വരും. അതിനകത്ത് ഫസ്റ്റ് വൺ പറയുന്നതാണ് പ്ലാനിങ് ദ പ്രൊജക്റ്റ്. പ്ലാനിങ് ദ പ്രൊജക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, പ്ലാൻ ചെയ്യാൻ നമ്മൾ ഒരു ഓർഗനൈസേഷൻ സ്റ്റാർട്ട് ചെയ്യണമെന്ന് വിചാരിച്ചു, അല്ലെങ്കിൽ ഒരു എൻ്റർപ്രൈസ് സെറ്റപ്പ് ചെയ്യുമെന്ന് വിചാരിച്ചു. അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്, പ്ലാനിങ്. അതായത് നല്ല രീതിയിൽ ഒരു പ്ലാനിങ്, ഇപ്പോൾ നമ്മൾ പറയില്ലേ പ്ലാനിങ് ഈസ് ദ ലൈഫ് ബ്ലഡ് ഓഫ് ദ ബിസിനസ് എന്ന്. അതായത് ഏതൊരു സംഭവമാണെന്നുണ്ടെങ്കിൽ നമ്മൾ കറക്റ്റായിട്ട് പ്ലാൻ ചെയ്താൽ മാത്രമേ നമ്മൾക്കത് നല്ല രീതിയിൽ ബിസിനസ്സിലേക്ക് കൊണ്ടുവന്ന് റൺ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. നമ്മളൊരു ബിസിനസ് സ്ഥാപനം തുടങ്ങാനായിട്ട് നമ്മൾ ഉദ്ദേശിക്കുകയാണ്. അപ്പോൾ എന്താ ചെയ്യേണ്ടത്, ഒരു ബിസിനസ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ എൻട്രപ്രനർ വാല്യുബിൾ ആയിട്ടുള്ള ഡിസിഷൻസ് ഒക്കെ എടുക്കണം. എന്താണ്, നമ്മൾ എന്ത് പ്രൊഡക്ട്സാണ് അല്ലെങ്കിൽ എന്ത് ബിസിനസ്സാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത്, എന്തോരം നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും, എത്ര ക്യാപിറ്റൽ നമുക്ക് അതിന് ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും, അതേപോലെ തന്നെ ഏത് ലൊക്കേഷനിലായിരിക്കണം നമ്മുടെ ബിസിനസ് സ്ഥാപനം തുടങ്ങേണ്ടത്, അതേപോലെ തന്നെ ഏത് ടൈപ്സ് ഓഫ് മാർക്കറ്റ് ആയിരിക്കണം നമ്മൾ ചൂസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഏത് സ്ട്രാറ്റജീസാണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. ഈ കാര്യങ്ങളൊക്കെ വരുന്നതാണ് പ്ലാനിങ് ദ പ്രൊഡക്റ്റിൽ. ഒരു ബിസിനസ് സ്ഥാപനം നമ്മൾ തുടങ്ങുന്നതിന് മുമ്പ് നമ്മളൊരു ബ്ലൂ പ്രിൻറ്റ് തയ്യാറാക്കി വെക്കുകയാണ്. അതായത് നമ്മുടെ ഒരു ബിസിനസ് തുടങ്ങാൻ ആവശ്യമായുള്ള എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് ഒരു ബ്ലൂ പ്രിൻറ്റ് തയ്യാറാക്കി വെക്കുന്നതിനാണ് പ്ലാനിങ് ദ പ്രൊജക്റ്റ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ഈ ബ്ലൂ പ്രിൻ്റ് ഉപയോഗിച്ചിട്ടായിരിക്കും നമ്മൾ ലീഗൽ സാങ്ഷനൊക്കെ വാങ്ങിക്കാനായിട്ട് സബ്മിറ്റ് ചെയ്യുന്നത്. അപ്പോൾ എന്ത് ഫംഗ്ഷൻ്റെ ആയാലും പ്ലാനിങ് ഫസ്റ്റ് തന്നെ പ്ലാനിങ് ഉണ്ടെന്നുണ്ടെങ്കിൽ തന്നെ, നല്ല രീതിയിലൊരു പ്രോപ്പർ പ്ലാനിങ് ഉണ്ടെന്നുണ്ടെങ്കിൽ തന്നെ ബിസിനസ് നമുക്ക് സ്മൂത്തായിട്ട് കണ്ടക്ട് ചെയ്യാനായിട്ട് പറ്റും. നെക്സ്റ്റ് സെക്കൻഡ് പോയിന്റ് പറയുന്നതാണ് ഓർഗനൈസിങ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതായത് നമ്മൾ നല്ല രീതിയിൽ ഓർഗനൈസ് ചെയ്യും. നമ്മളിപ്പോൾ എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നന്നായിട്ടൊന്ന് ഓർഗനൈസ് ചെയ്താൽ മാത്രമേ നമ്മൾക്ക് ആ ബിസിനസ് നല്ല സ്മൂത്തായിട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റുള്ളൂ. അത് ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ച് മണി, മെറ്റീരിയൽ, മാർക്കറ്റ് ഇതൊക്കെ വരുന്ന കാര്യങ്ങളാണ്. ഇതൊക്കെ നല്ല രീതിയിൽ ഓർഗനൈസ് ചെയ്യുക. അതൊക്കെ നല്ല രീതിയിൽ ഓർഗനൈസ് ചെയ്താൽ മാത്രമേ നമുക്ക്
ഒപ്റ്റിമം യൂട്ടിലൈസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഈ റിസോഴ്സസൊക്കെ നമുക്ക് എന്താ പറയുക, നമ്മുടെ കയ്യിലുള്ള റിസോഴ്സസൊക്കെ നല്ല രീതിയിൽ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാനായിട്ട് പറ്റണമെങ്കിൽ നല്ലൊരു ഓർഗനൈസിങ് പവർ ഉണ്ടെങ്കിൽ മാത്രമേ പറ്റുള്ളൂ. അതുപോലെ തന്നെ ഒരു ഓർഗനൈസേഷൻ്റെ സക്സസ്സും ഫെയിലിയറും ഒക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ് നമ്മുടെ ഓർഗനൈസേഷൻ്റെ ഫങ്ഷൻസ് നമ്മൾ ഇഫക്റ്റ്ലി നമ്മൾ മാനേജ് ചെയ്യുന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കും നമ്മുടെ ഒരു ഓർഗനൈസേഷന് സക്സസ് ആണോ ഫെയിലിയർ ആണോ എന്നുള്ളത് കണ്ടുപിടിക്കുന്നത്. നെക്സ്റ്റ് പറയുന്നതാണ് റിസ്ക് ടേക്കിംഗ് ആൻഡ് അൺസർട്ടനിറ്റി ബിയറിങ്. ഇപ്പം ഏതൊരു ബിസിനസ് ഓർഗനൈസേഷൻ ആകുമ്പോഴും അവിടെ എന്തുണ്ടായിരിക്കും, ഒരുപാട് റിസ്ക്കുകൾ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. ബിസിനസ് എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്, റിസ്ക് ബിയറിങ് ആയിട്ടുള്ളൊരു ആക്ടിവിറ്റിയാണ്. അത് ചിലപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ചിലപ്പോൾ ഡിമാൻഡിനെ ബേസ് ചെയ്തിരിക്കും, ഫാഷൻ, അതേപോലെ തന്നെ മാർക്കറ്റിംഗ് കണ്ടീഷൻസ്, കസ്റ്റമേഴ്സിൻ്റെ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസസ്, ഇതിനൊക്കെ ബേസ് ചെയ്തിട്ടിരിക്കും നമ്മുടെ റിസ്ക് എന്ന് പറയും. കാരണം മാർക്കറ്റ് എങ്ങനെയാണ് ഓരോ ദിവസവും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ്സാണ്, കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്ന ഒന്നല്ല. സോ നമ്മൾ റിസ്ക്കുകൾ ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ഫേസ് ചെയ്യാനായിട്ടുള്ള ഒരു ധൈര്യം ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ബിസിനസ് സ്ഥാപനം നല്ല രീതിയിൽ റൺ ചെയ്യുള്ളൂ. അതേപോലെ തന്നെ ഒരു എൻ്റർപ്രനർ എന്താ ചെയ്യേണ്ടത്, എല്ലാ റിസ്ക്കുകളും ടേക്ക് ചെയ്യാൻ പറ്റുന്ന ആളായിരിക്കണം എൻ്റർപ്രനർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. നെക്സ്റ്റ് പറയുന്നതാണ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ദ എൻ്റർപ്രനർ ഹാസ് ടു പെർഫോം ദ മാനേജറിയൽ ഫങ്ഷൻസ് ഓൾസോ. ഒരു എൻ്റർപ്രനർ മാനേജറിയൽ ഫങ്ഷൻസും കൂടി ഡീൽ ചെയ്യാൻ പറ്റണം. ഇതിൻ്റെ അകത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ ഡേ ടു ഡേ വർക്കുകളും ബിസിനസ്സിൻ്റെ ലുക്കപ്പ് ചെയ്യണം, അതേപോലെ തന്നെ പ്ലാൻ ചെയ്യണം, ഡയറക്റ്റ് ചെയ്യണം, കൺട്രോൾ ചെയ്യണം. ഒരു ബിസിനസ്സിൻ്റെ എല്ലാ ആക്ടിവിറ്റീസും പ്ലാൻ ചെയ്യുക, ഡയറക്റ്റ് ചെയ്യുക, കൺട്രോൾ ചെയ്യുകയൊക്കെ ചെയ്യുന്നത് ഈ മാനേജ്മെൻറ്റാണ്. അതേപോലെ തന്നെ പ്രൊഡക്ഷൻ പ്ലാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് ഫോർമുലേറ്റ് ചെയ്യണം. എന്തെങ്കിലും സ്ട്രാറ്റജീസോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് പ്രിപ്പയർ ചെയ്യണം. അതേപോലെ തന്നെ സെയിൽസ് ഓർഗനൈസ് ചെയ്യണം. അതേപോലെ എല്ലാ മാനേജ്മെൻറ്റ് ഫങ്ഷൻസും എന്താ ചെയ്യേണ്ടത്, പെർഫോം ചെയ്യാൻ പറ്റുന്ന ആളായിരിക്കണം എൻ്റർപ്രനർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതുപോലെ തന്നെ മാനേജ്മെൻറ്റിൻ്റെ അല്ലെങ്കിൽ ഒരു എൻ്റർപ്രനറിൻ്റെ ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ എംപ്ലോയീസിനെ മോട്ടിവേറ്റ് ചെയ്യുക എന്നുള്ളതാണ് മെയിൻ കാര്യം. നല്ല ഗുഡ് എംപ്ലോയീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ബിസിനസ് ഓർഗനൈസേഷൻ നല്ല സ്മൂത്തായിട്ട് റൺ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ എംപ്ലോയീസിന് എന്തെങ്കിലും വർക്ക്ഷോപ്പുകളോ കാര്യങ്ങളൊക്കെ ആവശ്യമുണ്ടെങ്കിൽ അതൊക്കെ പ്രൊവൈഡ് ചെയ്യുക. അതേപോലെ തന്നെ മോട്ടിവേഷണൽ ടെക്നിക്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പ്രൊവൈഡ് ചെയ്യാം. നെക്സ്റ്റ് പോയിന്റ് പറയുന്നതാണ് ഡിസിഷൻ മേക്കിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ച് ഏതാണോ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു ഡിസിഷൻ അത് ചൂസ് ചെയ്യുക, അതിനനുസരിച്ച് കമ്പനി മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക. അതാണ് ഡിസിഷൻ മേക്കിങ്ങിൽ പറയുന്നത്. നമുക്ക് 3-4 ഓപ്പർച്യൂണിറ്റീസ് കിട്ടിയിട്ടുണ്ടായിരിക്കും, അതിൽ നിന്ന് ഏറ്റവും ബെസ്റ്റ് നമ്മൾ തിരഞ്ഞെടുക്കുക. അതാണ് ഡിസിഷൻ മേക്കിങ്ങിൽ പറയുക കേട്ടോ. ഡിസിഷൻ മേക്കിങ്ങിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ് ഡിറ്റർമിനേഷൻ ഓഫ് ദ ബിസിനസ് ഒബ്ജക്റ്റീവ്സ്. നമ്മൾ ബിസിനസ് ഒബ്ജക്റ്റീവ് എന്താണെന്നുള്ളത് ഡിറ്റർമൈൻ ചെയ്യുക. അതേപോലെ തന്നെ പ്രൊക്യൂർമെൻറ്റ് ഓഫ് മെഷീൻ, മെറ്റീരിയൽ, മണി ആൻഡ് മാർക്കറ്റ്. നമ്മൾ പ്രൊക്യൂർ ചെയ്യുക, എന്തൊക്കെയാണ് മെഷീൻ, മെറ്റീരിയൽ, മണി, മാർക്കറ്റൊക്കെ നമ്മൾ പ്രൊക്യൂർ ചെയ്യുക. അതേപോലെ തന്നെ അക്വിസിഷൻ ഓഫ് എഫിഷ്യൻസി, ടെക്നോളജി ആൻഡ് ന്യൂ എക്യുപ്മെൻറ്റ്സ്. നമ്മുടെ പുതിയ ടെക്നോളജീസും ന്യൂ എക്യുപ്മെൻറ്റ്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് അക്വയർ ചെയ്യുക. അതേപോലെ തന്നെ മെയിൻറ്റെയിനിങ് ഓഫ് ഗുഡ് റിലേഷൻഷിപ്പ് വിത്ത് പബ്ലിക്. നമ്മുടെ നല്ലൊരു ഗുഡ് റിലേഷൻഷിപ്പ് പബ്ലിക്കായിട്ട് ക്രിയേറ്റ് ചെയ്ത് വയ്ക്കുക. ഇതൊക്കെ ഡിസിഷൻ മേക്കിങ്ങിൽ വരുന്ന കാര്യങ്ങളാണ്. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നതാണ് സെർച്ച് ഫോർ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ പ്രൊഡക്റ്റ് മാർക്കറ്റിങ്ങിലേക്ക് എത്തിക്കാനായിട്ട് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് ഏതാണോ ഏറ്റവും നല്ല മാർക്കറ്റ് എന്നുള്ളത് നമ്മൾ സെർച്ച് ചെയ്യും. അതേപോലെ തന്നെ മാർക്കറ്റിങ്ങിലുള്ള ട്രെൻഡ്സും കാര്യങ്ങളൊക്കെ നമ്മൾ മുൻകൂട്ടി കണ്ടുപിടിച്ചിട്ട് അതിനനുസരിച്ചുള്ള പ്രൊഡക്ട്സൊക്കെ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് നോക്കാം. അതാണ് സെർച്ച് ഫോർ മാർക്കറ്റിൽ പറയുന്നത്. മാർക്കറ്റ് കണ്ടീഷൻസ് എപ്പോഴും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. സോ അതിനനുസരിച്ച് നമ്മൾ ഫോർസൈറ്റ് ചെയ്യണം, ഇന്നതൊക്കെ ചേഞ്ചസൊക്കെയാണ് വരുന്നത്, അതിനനുസരിച്ച് നമ്മൾ ന്യൂ പ്രോഡക്ട്സ് പ്രൊഡ്യൂസ് ചെയ്ത് മാർക്കറ്റിലേക്ക് എത്തിക്കാൻ നോക്കാം. നെക്സ്റ്റ് പറയുന്നതാണ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അനദർ ഫാക്ടറാണ്. ഇതിൻ്റെ അകത്ത് പറയുന്നത് നമുക്ക് ഒരു എൻ്റർപ്രനർഷിപ്പ് നടത്തുമ്പോൾ നമുക്കതിൽ നിന്ന് ഇൻകം കിട്ടിയിട്ടുണ്ടായിരിക്കും. അത് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ആർക്കൊക്കെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടത്, ചിലപ്പോൾ നമ്മൾ സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്ന ബിസിനസ് സ്ഥാപനം നമ്മൾ ചിലപ്പോൾ റെൻറ്റിനോ അല്ലെങ്കിൽ റെൻറ്റിനൊക്കെ എടുത്തിരിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഓണർക്ക്
ആ ലാൻഡിൻ്റെ ഓണർക്ക് നമ്മൾ ക്യാഷ് കൊടുക്കേണ്ട വരും, അതായത് റെൻ്റായിട്ട് നമ്മൾ കൊടുക്കേണ്ടി വരും. അതേപോലെ തന്നെ ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ലേബേഴ്സിന് നമ്മൾ ക്യാഷ് പ്രൊവൈഡ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അതാണ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം എന്ന് പറയുന്നത്. നമുക്കൊരു പ്രോഫിറ്റോ കാര്യങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിൽ നിന്ന് ലാൻഡിൻ്റെ ഫീസ് റെൻറ്റ് പേ ചെയ്യേണ്ടി വരും. അതേപോലെ തന്നെ നമ്മുടെ എംപ്ലോയീസിനൊക്കെ എമൗണ്ട് പേ ചെയ്യേണ്ടത് വരും, സാലറിയോ വേജസ് ഒക്കെ ആയിട്ട്. അതാണ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകത്തിൽ പറയുന്നത്. നെക്സ്റ്റ് പറയുന്നതാണ് ഇന്നോവേഷൻ. ഇന്നോവേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പുതിയ പുതിയ ടെക്നിക്സോ ഐഡിയാസോ ഒക്കെ നമ്മുടെ ബിസിനസ് സ്ഥാപനത്തിലേക്ക് കൊണ്ടുവരുന്നതിന് പറയുന്നതാണ് ഇന്നോവേഷൻ എന്ന്. ഞങ്ങൾക്ക് പറയാം, ഇന്നോവേഷൻ ഈസ് എ സിംഗിൾ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫംഗ്ഷൻ ഓഫ് എ എൻ്റർപ്രനർ. ഒരു എൻ്റർപ്രനർ സ്ഥാപനത്തിനെ വെച്ച് നോക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു എൻ്റർപ്രൈസിനെ വെച്ച് നോക്കുമ്പോൾ ഇന്നോവേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫംഗ്ഷനാണെന്നാണ് പറയുന്നത്. കാരണം മാർക്കറ്റ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും, അതിനനുസരിച്ചുള്ള ഇന്നോവേറ്റീവ് ടെക്നിക്സും കാര്യങ്ങളൊക്കെ നമ്മൾ മാർക്കറ്റിങ്ങിലേക്ക് അഡോപ്റ്റ് ചെയ്യണം. നെക്സ്റ്റ് പോയിന്റ് വരുന്നതാണ് ലിസിയൻ വിത്ത് ദ ഗവൺമെൻറ്. ഗവൺമെൻറ് എന്ന് പറയുമ്പോൾ ഒരു ഗവൺമെൻറ് ഓർഗനൈസേഷനെ സംബന്ധിച്ച് ഒരുപാട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ബിസിനസ് ഓർഗനൈസേഷന് വേണ്ടിയിട്ട് ഗവൺമെൻറ് പ്രിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. ആ കാര്യങ്ങളൊക്കെ നമ്മൾ ചെക്ക് ചെയ്തിട്ടും അതിനനുസരിച്ചായിരിക്കണം നമ്മുടെ ബിസിനസ് ഓർഗനൈസേഷൻ റൺ ചെയ്തു പോകേണ്ടത്. ബിസിനസ് സ്ഥാപനവും കാര്യങ്ങളൊക്കെ തുടങ്ങുമ്പോൾ ടാക്സസും കാര്യങ്ങളൊക്കെ നമ്മൾ പേ ചെയ്യേണ്ടത് വരും. അപ്പോൾ അതൊക്കെ കറക്റ്റ് ടൈമിൽ പേ ചെയ്യുക, അതിനൊന്നും ഡിലേ വരുത്താണ്ടിരിക്കുക. അതേപോലെ തന്നെ എല്ലാ റൂൾസ് ആൻഡ് റെഗുലേഷൻസൊക്കെ നമ്മൾ അപ് ടു ഡേറ്റ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുക ഗവൺമെൻറ്റിൻ്റെ. അതാണ് ഈ പോയിന്റിൽ പറയുന്നത്. നെക്സ്റ്റ് പറയുന്നതാണ് പ്രൊജക്റ്റ് ഇംപ്ലിമെൻറ്റേഷൻ. പ്രൊജക്റ്റ് ഇംപ്ലിമെൻറ്റേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? അതായത് നമ്മുടെ ഒരു ഓർഗനൈസേഷനിൽ വെച്ച് നോക്കുമ്പോൾ നമ്മൾക്ക് ഒരു പ്രൊജക്റ്റ് ഇംപ്ലിമെൻറ്റേഷൻ പ്ലാൻ നമ്മൾ ഉണ്ടാക്കണം. നമ്മൾ എന്തെങ്കിലും ഐഡിയാസൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യണ്ടേ. അപ്പോൾ അതിന് നമ്മളൊരു പ്ലാൻ ക്രിയേറ്റ് ചെയ്യണം. അതേപോലെ തന്നെ ഈ പ്രൊജക്റ്റ് ഇംപ്ലിമെൻറ്റേഷൻ നടത്തുമ്പോൾ നമുക്ക് ഒരു ടൈം ബൗണ്ട് കൺസിഡർ ചെയ്യാം. ആ ടൈം ബൗണ്ടിനുള്ളിൽ തന്നെ നമ്മൾ എല്ലാ കാര്യങ്ങളും റൺ ചെയ്ത് കൊണ്ടുപോവാം. നെക്സ്റ്റ് നമ്മുടെ ലാസ്റ്റ് കാറ്റഗറി വരുന്നതാണ് അതർ ഫങ്ഷൻസ്. അതർ ഫങ്ഷൻസിൽ വരുന്നതാണ് ഡെവലപ്പിംഗ് സോഷ്യൽ അറ്റ്മോസ്ഫിയർ, റെൻഡറിങ് സർവീസസ് ടു ദ പീപ്പിൾ ആൻഡ് ഫുൾഫില്ലിംഗ് സോഷ്യൽ ഒബ്ലിഗേഷൻസ്. ദീസ് ആർ ദ അതർ ഫങ്ഷൻസ്. അപ്പോൾ ഇത്രയുമാണ് ഫങ്ഷൻസ് ഓഫ് എൻ്റർപ്രനർഷിപ്പിൽ പറയുന്നത് കേട്ടോ, അല്ലെങ്കിൽ എൻ്റർപ്രനറിൽ പറയുന്നത്. ഇന്നത്തെ ക്ലാസ് നമ്മൾ ഇത്രയേ ഉള്ളൂ. ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. താങ്ക് യു.